ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് വെളുപ്പിന് 3:30-ക്കാണ് കേട്ടോ. ഞങ്ങളിത് എവിടെ പോകുന്നതെന്ന് വെച്ചാൽ നാലമ്പലം കാണാൻ പോവുകയാണ്. നമ്മൾ കോട്ടയത്തിനടുത്തുള്ള രാമപുരത്തുള്ള നാലമ്പല ദർശനത്തിനാണ് പോകുന്നത്. പക്ഷെ ഞാൻ ഈ വണ്ടി കയറി അവിടെ ചെത്തുന്നവരെ ഞാൻ വിചാരിച്ചത് തൃശ്ശൂരുള്ള കൂടൽമാണിക്യവും തൃപ്രയാറും പായമ്മലും തിരുമൂഴിക്കുളവും അവിടെയൊക്കെ പോകാനാണെന്ന് വിചാരിച്ചത്. അവിടെ ചെന്ന് പകുതി ആയപ്പോഴാണ് അറിഞ്ഞത് അവിടെ അല്ല പോകുന്നത്, കോട്ടയത്തിനടുത്താണ് പോകുന്നത്. എങ്കിലും കുഴപ്പമില്ല, ശ്രീരാമദർശനം നടത്തിയാൽ മതിയല്ലോ. അങ്ങനെ ഞങ്ങളവിടെ ചെന്നു. നാലമ്പലത്തിന് മുമ്പ് ആദ്യം ഞങ്ങൾ ചെന്നത് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലാണ്. അവിടെ കയറി തൊഴുതു. നമ്മളിപ്പോൾ ഒരു കൊട്ടാരക്കരക്കരി ആയതിനാൽ നമ്മളിപ്പം എവിടെ പോകുന്നു ആ റൂട്ടിൽ എവിടെ പോലും ആദ്യം കൊട്ടാരക്കര അമ്പലത്തിൽ ഗണപതി ഭഗവാനെ കണ്ടിട്ടേ പോകത്തുള്ളൂ. അവിടെ വന്ന് തൊഴുതു. പിന്നെ ഞാൻ തേനുമണിയങ്ങ് ഉറക്കി. പിന്നെ നമ്മൾ രണ്ടാമത് വന്നത് ഉളനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ്. എനിക്ക് നാലമ്പലം കാണുന്നതിനേക്കാൾ ഒരുപാട് സന്തോഷം തോന്നിയത് ഈ അമ്പലത്തിൽ വന്നപ്പോഴാണ്. കാര്യം റീൽസിലൊക്കെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് ഈ അമ്പലം. അങ്ങനെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ്. നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച് നടക്കുന്നു എന്നുള്ളതാണ്. അത് എൻ്റെ ഈ അമ്പലത്തിൽ വരെയൊക്കെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു. പക്ഷേ ഞാൻ പ്രതീക്ഷിക്കാതെ എനിക്കിവിടെ വരാൻ പറ്റി. ഭഗവാനെ കാണാൻ പറ്റി, ഉണ്ണിക്കണ്ണനെ കാണാൻ പറ്റി. ഇവിടെ എല്ലാം ഉണ്ണിക്കണ്ണൻ്റെ ഓരോരോ കുഞ്ഞു കുഞ്ഞു ഫോട്ടോകളും പ്രതിമകളും എല്ലാം വെച്ചിട്ടുണ്ട്. ഇവിടെ ഉറിയാണ് കേട്ടോ, നേർച്ച കെട്ടിയിരിക്കുന്ന ഉറികളെല്ലാം ഓരോരുത്തർക്കും നേർച്ച കെട്ടുന്നതാണ്. അതിൻ്റെ നമ്മുടെ ഇഷ്ടകാര്യ സിദ്ധിക്ക് വേണ്ടി നടത്തുന്നതാണ് പറഞ്ഞു തന്നത്. കൂടുതലായിട്ട് എനിക്കതിനെപ്പറ്റിയൊന്നും അറിയില്ല. നമുക്ക് തിരക്കാനായിട്ട് സമയമില്ലായിരുന്നു. പക്ഷേ എങ്കിലും എനിക്ക് എന്തോ എൻ്റെ മനസ്സങ്ങ് നല്ല ശാന്തി കിട്ടി ഇവിടെ വന്നപ്പം. എന്തൊക്കെയോ അങ്ങ് നേടിയൊരു അനുഭൂതിയായിരുന്നു. തേഴ് നല്ല ആക്റ്റീവായിരുന്നു കേട്ടോ. അവളെയും കൊണ്ട് സത്യത്തിൽ ഞാൻ വിചാരിച്ചു അവൾ നിർബന്ധം കാണിക്കും, ബഹളമായിരിക്കും എന്നൊക്കെ. പക്ഷേ എൻ്റെ രണ്ട് മക്കളും എൻ്റെ കൂടെ നല്ല പോലെ. ഹസ്ബൻഡില്ലാതെ 2 കുട്ടികളെയും കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റുമോ, അവരെയും കൊണ്ട് പോകാൻ പറ്റുമോ എന്നുള്ള ഡൗട്ടൊക്കെ എനിക്കുണ്ടായിരുന്നു. എങ്കിലും ഞാൻ പോയതാണ്. ഭഗവാനെ കാണാൻ പോകുമല്ലേ, നാലമ്പലത്തിൽ പോകുമല്ലേ എന്ന് കരുതി ഇറങ്ങിയതാണ്. പക്ഷേ 2 മക്കൾ അഡ്ജസ്റ്റായിട്ട് നിന്നേട്ടോ. അങ്ങനെ ഈ അമ്പലം എന്ന് വെച്ചൊരു വയലിൻ്റെ അടുത്താണ്. നല്ലൊരു പീസ്ഫുൾ അന്തരീക്ഷമാണ് കേട്ടോ. നമുക്ക് എന്തെന്നില്ലാത്ത സന്തോഷവും സമാധാനവും സംതൃപ്തിയും ഒക്കെ കിട്ടും. അമ്പലത്തിൻ്റെ ഓരോ ഭാഗമൊക്കെ നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റുന്ന രീതിയിൽ അലങ്കരിച്ച് വൃത്തിയാക്കി സുന്ദരമാക്കിയിട്ടുണ്ട്. അതൊക്കെയാണ് ഈ അമ്പലം അങ്ങ് ബ്യൂട്ടിഫുൾ ആക്കുന്നത്. അവിടുന്ന് പിന്നെ നമ്മളൊരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ആദ്യം ശ്രീരാമനെ കണ്ടു വണങ്ങിയിട്ടാണല്ലോ ബാക്കിയുള്ളടത്തൊക്കെ പോകുന്നത്. നാലമ്പലം എന്ന് വെച്ചാൽ അതിൽ ഫസ്റ്റ് ശ്രീരാമ ക്ഷേത്രമാണ്. അങ്ങനെ ശ്രീരാമൻ അമ്പലത്തിൽ വന്ന് നമ്മൾ ഫസ്റ്റ് നമ്മൾ തൊഴുതിട്ട് പിന്നെ അവിടെയൊക്കെ ഇഷ്ടംപോലെ സ്റ്റോളുകളുണ്ടായിരുന്നു. ഒരുപാട് ഫുഡ്സിൻ്റെ, കളിപ്പാട്ടങ്ങളുടെ, ഫാൻസി ഐറ്റംസ് ഒരുപാട് സ്റ്റോൾ. നമ്മളതെല്ലാം കറങ്ങി കണ്ട് കുഞ്ഞുങ്ങളുള്ളതുകൊണ്ട് അതെല്ലാം കാണാം. ശങ്കരിയെല്ലാം വേണം എന്ന് പറഞ്ഞ് വാശി പിടിച്ചു. ശങ്കരിയെ വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുവന്നത്. അച്ഛനില്ല, അമ്മയ്ക്കൊരു ഒറ്റയ്ക്ക് നിന്നെ മാനേജ് ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഒന്നും കണ്ട് വാശി പിടിക്കില്ല. പിന്നെ ഇതിനൊക്കെ തീ പിടിച്ച വിലയെന്ന് പറയുമ്പോൾ ഒരു സാധനം ഡബിൾ വിലയാണ് ഒരു സാധനം ചോദിക്കുന്നത്. നമുക്ക് നമുക്ക് അഫോർഡബിളേ അല്ല. ഉത്സവപ്പറമ്പിൽ നിന്ന് മേടിക്കുന്ന പോലെയൊക്കെ തന്നെ എല്ലാം ഉണ്ട്. പക്ഷേ വില അതേപോലെയാണ്. നമ്മളെന്നാലും അവിടെയൊക്കെ കയറിയതെല്ലാം കണ്ടു. രണ്ടാമത് നമ്മൾ ലക്ഷ്മണൻ്റെ അമ്പലത്തിലാണ് പോയത്. ലക്ഷ്മണസ്വാമിയെ കണ്ടു. എല്ലായിടത്തും ഭയങ്കര തിരക്കാണ് കേട്ടോ. ലക്ഷ്മണനെയും ഭരതൻ്റെ ശത്രുഘ്നെയൊക്കെ കാണാം. സംഭവം കിടിലാണ് കേട്ടോ. 20 രൂപയുള്ളൂ. ഈ കാറിൻ്റെ ഫ്രണ്ടിലെ ഷോക്കേഴ്സിലൊക്കെ വെക്കാം. നമുക്കിപ്പോൾ അങ്ങനെ വെക്കാനുള്ള സൗകര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനിത് മേടിച്ചില്ല. പക്ഷേ ഇത് മേടിക്കണമെന്ന് ആഗ്രഹമുണ്ട്. വെക്കാനൊരു സ്ഥലത്തോടെ മേടിക്കുന്നത്. പിന്നെ കുഞ്ഞുങ്ങൾക്ക് ചെറിയ ചെറിയ കളിപ്പാട്ടമൊക്കെ വാങ്ങിച്ചു. പക്ഷെ നാലമ്പലം കണ്ടു ഭഗവാനെ തൊഴുവാൻ പറ്റിയത് എന്തോ ഭയങ്കര സന്തോഷം കിട്ടി. എനിക്ക് ഫുഡ് കഴിക്കാനൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. കുഞ്ഞുങ്ങളെയും കൊണ്ട് ഒന്നും എടുക്കാൻ പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ട് അതൊന്നും ഷൂട്ട് ചെയ്തില്ല. പക്ഷെ മുടിഞ്ഞ ക്യൂ ആയിരുന്നു. ക്യൂ നിന്ന് എൻ്റെ കൈയും കാലും ഒക്കെ വേദനിച്ചു. കൈ വേദനിക്കാൻ കാരണം ഒരു കൈ കുഞ്ഞിൻ്റെ അടുത്തുകൊണ്ട് നിൽക്കല്ലേ, മറ്റേ കൈ മൂത്തവളെ പിടിക്കണം. പിന്നെ നീണ്ട ക്യൂ നിൽക്കണം. 1-2 മണിക്കൂർ നമ്മൾ നിന്ന് വേണം കാണാൻ. നമ്മൾ ഏറ്റവും കൂടുതൽ ക്യൂ സഹിച്ച് ലക്ഷ്മണസ്വാമിയെ കാണാൻ കയറിയപ്പോഴാണ്. ബാക്കിയെല്ലാം നമുക്ക് സഹിക്കാൻ പറ്റുമായിരുന്നു. ബാക്കിയെല്ലാം ക്യൂവിലും കുഞ്ഞുണ്ടായിരുന്നു, നമ്മളെ കയറ്റി വിട്ടു. ലക്ഷ്മണസ്വാമിയെ കണ്ടത് ഞാൻ നല്ല ക്യൂ നിന്നാണ് കണ്ടത്. അത്രയ്ക്ക് എൻ്റെ ഊപ്പാട് വന്ന് ക്യൂ നിന്നു. എങ്കിലും മനസ്സിൻ്റെ സന്തോഷമൊക്കെ കിട്ടി, സമാധാനം കിട്ടി. എല്ലാം നടന്ന് കണ്ട് തൊഴുതു. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.